എൻ്റെ സംവിധാനം എൻ്റെ മനസ്സിനോട് പറയാൻ പറ്റില്ല. അതിനെ ഒരു നോവല് പോലെ ഒരു കഥയെ പോലെ ആർക്കും വായിക്കാമെന്നുള്ള സമയം കൊടുത്ത് ഒരു സിനിമ ഇടാനുള്ള ഒളിച്ചോട്ടുകളിൽ നിന്ന് എല്ലാം ചെന്നതിനോട് ശരിക്കും പറയുന്നത് എന്നുള്ളത് ശരിക്കും നമ്മളൊരു പ്രയത്നത്തിലേക്കാണ് പോകുന്നത്. അതാണ് എനിക്ക് ഭാഷയും സാഹിത്യവുമായിട്ടുള്ള ബന്ധമെന്ന് സൂചിപ്പിക്കുന്നത്. ഇത് പറഞ്ഞു വരുന്നത് ഞാൻ കവിയരങ്ങളിൽ അതിൽ സൂചിപ്പിക്കേണ്ട ആളാണ്. ഞാൻ എൻ്റെ ഭാഷയിലുള്ള കഥയിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് കവിയരങ്ങളിൽ അപ്പോൾ ഈ കവിയരങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കവിതകൾ കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കവിതകൾ എപ്പോഴും വിഷമത്തിൽ നിന്നാണ് അല്ലെങ്കിൽ വിരഹത്തിൽ നിന്നാണ്, അനുഭവത്തിൽ നിന്നാണ്. നമ്മൾ കോമഡി കവിതകൾ വളരെ കുറവുണ്ടാവുന്നത് നമ്മളെപ്പോഴും നമ്മുടെ വിഷമങ്ങളിൽ നിന്നാണ് കവിതകൾ ഏറ്റവും കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം പലപ്പോഴും ഞാൻ ആലോചിക്കപ്പെട്ട പൊതുവേദികളിൽ നിന്നും ചർച്ച ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീ എൻ ടി വാസുദേവനായിട്ട് ഒരു ഇൻ്റർവ്യൂ ഒരു ചെറിയൊരു കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കളുടെ കഥകൾ എപ്പോഴും വിഷമം വേദനയ്ക്ക് പറയുന്നത്? അപ്പോൾ ഞാൻ മനസ്സിലുണ്ടെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ഞാൻ ചോദിച്ചത് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ്, ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയതിൻ്റെ സന്തോഷം എനിക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിപ്പോയി. പക്ഷേ 7ാം വയസ്സിലുണ്ടായ എൻ്റെ ഒരു നോവ് എൻ്റെ ജീവിതത്തിൽ നീ പിന്തുടരുകയാണ്. അതാണ് വേദനയെ കണക്കൂട്ടുന്നത്. അതുകൊണ്ടാണ് വേദനയ്ക്ക് മാത്രമേ കവിതയ്ക്ക് ജീവനുള്ളത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ട്രേസി ഗോപാലൻ എന്ന് പറയുന്ന തമാശ സിനിമകളിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ പിന്നെ ചില സിനിമയിൽ മനസ്സിലായത് നമ്മളെ ഇത്ര തമാശ പറഞ്ഞാൽ എത്ര വലിയ കുത്തിച്ചിരിക്കുന്ന രംഗങ്ങളുണ്ടായിരുന്ന വൈകാരികമായ ഒരു നിമിഷം ആ സിനിമയിൽ ഇല്ലെങ്കിൽ ആ ഉപകരണ സിനിമയിൽ ആ സിനിമ പരാജയപ്പെട്ടിട്ടുള്ളത്. അവിടെയാണ് തിരിച്ച് നമ്മൾ കവിതയിലേക്കും അല്ലെങ്കിൽ സാഹിത്യത്തിലേക്കും നമ്മൾ ഏതൊരു സിനിമ നോക്കിയും നമ്മൾ എത്തേണ്ടതെന്ന് ഞാൻ ഈ പ്രായത്തിൽ മനസ്സിലാക്കിയത്. ഇത്രയും പ്രസംഗിക്കണമെന്നും അല്ലെങ്കിൽ പ്രസംഗിക്കാൻ സ്റ്റഫ് ഉണ്ടാവുമെന്നും പ്രതീക്ഷ എല്ലാം പറഞ്ഞത്. പക്ഷെ എന്നാലും ഇങ്ങനെ